ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് പെരുന്നാളിനൊക്കെ കുറച്ചധികം ദിവസം മുമ്പത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ആദ്യം ഈദ് വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചിട്ട് പെൻഡിങ്ങിൽ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ രാത്രി കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. പിറ്റേ ദിവസം എന്തെങ്കിലും എക്സ്ട്രാ തിരക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കറിയൊക്കെ സെറ്റാക്കി വെക്കും. അപ്പോൾ ഞാൻ ചാള പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞിച്ചാള ഇവിടെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ. പക്ഷേ അവർ കൊണ്ടുവന്നത് വലിയതായിരുന്നു. അതും നല്ല ഫ്രഷ് ആയിരുന്നു. ഫ്രഷ്നെസ്സിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്തായാലും മാങ്ങ ഇട്ടിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പണിയിലാണ്. ആ ഒരു സമയത്ത് മീൻ നന്നാക്കുമ്പോൾ നമുക്ക് മീൻ മുട്ട കിട്ടുമായിരുന്നു കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ മീൻ മുട്ട അവൈലബിൾ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് മസാലയൊക്കെ തേച്ച് വെക്കാണ് കേട്ടോ, ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. ഡിന്നറിന് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം അങ്ങനെ സെറ്റാക്കി എടുത്ത് വെക്കുകയാണ്. പക്ഷേ എല്ലാ പരിപാടികളും കഴിഞ്ഞ് മീൻകറിയുടെ സ്മെല്ലും അങ്ങോട്ട് കേട്ടപ്പോൾ എനിക്ക് എന്തായാലും കൺട്രോൾ പോയി. കുറച്ച് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലേറ്റ് നൈറ്റ് ആയെങ്കിലും ഞാനൊന്നും നോക്കിയില്ല കേട്ടോ. കുറച്ച് ചോറും നമ്മുടെ ആ മീൻകറി ചാള ഫ്രൈയും ഒക്കെ കൂട്ടി ഞാനൊരു പിടി പിടിച്ചു. മീനിൻ്റെ മുട്ട ഇവിടെ സെപ്പറേറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ മാർക്കറ്റിലൊക്കെ. അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് ഫ്രൈ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. പക്ഷെ കുറച്ചായിട്ട് ഇവിടെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നേ പിന്നെ അത് അവൈലബിൾ അല്ല കേട്ടോ. ഞാനെപ്പോൾ ചോദിച്ചാലും ഇല്ല എന്നാണ് പറയാറ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പിറ്റേ ദിവസത്തെ കാര്യം. ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ചെറിയൊരു പർച്ചേസിങ്ങിനായിട്ട് അങ്ങനെ മദീന മാളിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ സൽവാർ വാങ്ങിക്കാനാണ് പരിപാടി. 2 ആൾക്കാരുടെ ബർത്ത്ഡേ ഉണ്ട്, അടുത്തടുത്താണ്. അപ്പോൾ 2 ചുരിദാർ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഷോപ്പിൽ വന്നതാണ്. അവിടെ കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നോക്കി 2-3 എണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലാണ് കേട്ടോ അത്യാവശ്യം ഷോപ്പുകളുള്ളത്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് മുകളിലും പോയി. അങ്ങനെ ലാസ്റ്റ് താഴെ എടുത്ത് വെച്ച ഡ്രസ്സ് തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ വീട്ടിലെത്തി. അന്ന് വൈകുന്നേരമാണ് കേട്ടോ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത്. അങ്ങനെ ഈവനിങ്ങിൽ നേരെ അവിടെ കയറി ചെന്നു. അപ്പോൾ ആള് കുറച്ച് തിരക്ക് പിടിച്ച പണികളിലായിരുന്നു കേട്ടോ. അങ്ങനെ ബർത്ത്ഡേ കേക്കും ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഞങ്ങളിതേ നേരെ പോന്നു. അപ്പോഴത്തേനും ഹാസിബിനെ പ്ലേ സ്കൂളിൽ നിന്ന് വിളിക്കുന്ന സമയമായിട്ടുണ്ടാവും കേട്ടോ. ആകെ ഒരു 4 അവേഴ്സിനുള്ളിലാണ് ഞാൻ ഓരോ പണികൾ ഒപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഉടനെ തിരിച്ചു വരും. കറക്റ്റ് 4 അവേഴ്സ് കഴിയുമ്പോൾ തന്നെ അവൻ്റെ പ്ലേ സ്കൂളിൽ നിന്ന് കോളും വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നമ്മൾ എല്ലാ പണികളും തീർത്തിട്ടുണ്ടാവണം. ഇത് പിറ്റേ ദിവസത്തെ ഉച്ചക്കാലത്തെ ലഞ്ചാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി ഞാൻ കപ്സ റൈസ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ മന്തി തന്നെ ഉണ്ടാക്കി ഈ ഒരു റൈസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു കാലം തന്നെ മറന്നു. അപ്പോൾ ഇന്ന് എന്തായാലും കപ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിലേക്ക് വന്നതാണ്. അപ്പോൾ നമ്മുടെ കപ്സ മസാല വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ ചെറിയ ജീരകം, മുഴുവൻ മല്ലി, കുരുമുളകും, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക. അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ച് മതിയാവും. കൂടുതൽ വേണ്ടത് ജീരകവും കുരുമുളകും മുഴുവൻ മല്ലിയാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാൻ വെച്ച് ഇതിലേക്ക് ഓയിലും ബട്ടറുമാണ് കേട്ടോ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതേപോലെ സവാള, പച്ചമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒരു മീഡിയം കുക്കായാൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് 3 തക്കാളി നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് അതാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ 2 മാഗിയുടെ ക്യൂബ് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വഴറ്റി തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഓൾറെഡി ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പോൾ ഞാൻ ലാസ്റ്റാണ് ആഡ് ചെയ്തത്. അപ്പോൾ അത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഓൾ സ്പൈസസ് ഇട്ടതിന് ശേഷം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഞാനൊരു വലിയ ചിക്കന് ഒരു 4-5 പീസായിട്ട് വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തത്. വിത്ത് സ്കിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതാണ് കേട്ടോ കുറച്ചും കൂടി നമ്മുടെ കപ്സയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ലത്. ഓരോ സംഭവങ്ങളും കുക്കായി വരാനായിട്ട് നമ്മൾ കുറേശ്ശെ സമയം കൊടുക്കുക. സവാള ഒന്ന് സെറ്റായി വരാൻ വേണ്ടി സമയം കൊടുക്കുക. അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുക്കായി വരാനൊരു സമയം കൊടുക്കുക. പിന്നെ തക്കാളിയുടെ ആ ഒരു കുത്തൽ മാറാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലോണം ഇളക്കി തന്നെ കൊടുക്കണം കേട്ടോ. തക്കാളി ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചധികം നേരം ഇട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച് ഡ്രൈ ആക്കി എടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മസാലയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ ഇടുന്നതിന് മുമ്പ് ഇതിലേക്ക് ഡ്രൈഡ് ലെമണും അതേപോലെ 2-3 ഫുൾ പച്ചമുളകും
നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന കപ്സ മസാലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ചിക്കന് ആ ഒരു ടേസ്റ്റ് വരിക. എന്നിട്ട് ചിക്കൻ ഇതിൽ ഈ ഒരു വെള്ളത്തിൽ കിടന്ന് വേവണം കേട്ടോ. ഇനി ആഡ് ചെയ്യുന്നത് നമ്മുടെ അരി വേവാനുള്ള വെള്ളമാണ് കേട്ടോ. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഞാൻ അളന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ബസ്മതി റൈസ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ചിക്കൻ മാത്രം നമ്മൾ സെപ്പറേറ്റ് എടുക്കും. നമ്മൾ കപ്സ മസാല കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കൂല കേട്ടോ റൈസിലേക്ക്, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആ ചിക്കനിലേക്ക് ആ ഒരു കപ്സ മസാലയുടെ മസാല തേച്ച് കൊടുത്തതിന് ശേഷം ഓയിലിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് കളറ് മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓൾറെഡി ചിക്കൻ കുക്ക് ആയിട്ടുണ്ടാവും ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട്. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഒരു പാനിൽ വെച്ചിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മളൊരു 20 മിനിറ്റ്സ് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് തുറക്കുമ്പോൾ വെള്ളം അത്യാവശ്യം പറ്റി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ചിക്കൻ അതിൽ നിന്ന് മാറ്റുന്നത്. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് സ്ലൈസ് ചെയ്ത് അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി റൈസും കൂടി വേവാൻ വേണ്ടിയിട്ട് ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ബാക്കി പകുതി വെന്ത ചിക്കൻ പീസുകളാണ്. ഇനി ഇതിലേക്ക് കപ്സ മസാല തേച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ കപ്സ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് പിള്ളേരൊക്കെ വീട്ടിലുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് കിച്ചണിലേക്ക് വന്ന സമയത്താണ് കേട്ടോ ഞാൻ ഈ ഒരു റൈസ് ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ അത് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ പിള്ളേരെല്ലാവരും പറയട്ടോ, ഉമ്മി നല്ല സ്മെല്ല്, എന്താ ഉണ്ടാക്കണേന്ന് ചോദിച്ചിട്ടാണ്. കാരണം ഈ ഒരു മസാലയ്ക്ക് നല്ല ഫ്ലേവറാണ്, കപ്സ മസാലയ്ക്ക് നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത് ബട്ടറിലാണ് കേട്ടോ. ബട്ടറും ഓയിലും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കളറ് മാറ്റിയെടുത്താൽ മതി. കപ്സ മസാലയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മുഴുവൻ മല്ലിയാണ് കേട്ടോ. അതൊരു 3 ടേബിൾ സ്പൂണോളം എടുക്കാം. നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അളവ് അനുസരിച്ചിരിക്കും. പിന്നെ കുറച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകും നമുക്ക് 2-2.5 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്യാം. പിന്നെ ചെറിയ ജീരകവും ഒരു 1.5 ടേബിൾ സ്പൂണോളം വേണം കേട്ടോ. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ വളരെ കുറച്ച് എമൗണ്ട് തന്നെ മതിയാവും. അപ്പോൾ നമ്മുടെ എരിവിൻ്റെ അതനുസരിച്ച് ഞാൻ കുരുമുളക് എടുത്തപ്പോൾ കുറച്ച് കൂടുതലായിരുന്നു ഈ തവണ, ചെറുതായിട്ടൊന്ന് എരിവ് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പാലും സൺഫ്ലവർ ഓയിലും കൂടി ഒരുമിച്ച് നല്ല തണുപ്പിച്ചെടുത്തതിന് ശേഷം അതും ഗാർലിക്കും ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുന്ന ആ ഒരു മയോണൈസ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഇതിനൊരു കോമ്പിനേഷനായിട്ട് ഞാൻ ഉണ്ടാക്കിയത്. ചെറിയൊരു എരിവുള്ളതുകൊണ്ട് തന്നെ ഇക്കാക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ പറഞ്ഞു കുറച്ചൊന്ന് എരിവ് കുറയ്ക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ കുരുമുളകിൻ്റെ അളവ് കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ സംഭവം നല്ല അടിപൊളി കപ്സ നമുക്ക് വീട്ടിൽ സൂപ്പറായിട്ട് ഉണ്ടാക്കാം. ചിക്കൻ പീസ് അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയിട്ട്, അല്ലെങ്കിൽ അത്യാവശ്യം വലിയ പീസായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്ക് കൊടുക്കുന്നതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് പിറ്റേ ദിവസം ഞങ്ങൾ വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കിസീസിൽ നല്ല ചായ സ്പോട്സ് കിട്ടുന്ന ഒരുപാട് റീൽസ് കാണാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മളൊന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടുത്തെ ഹസൻ മത്തറും ചായയൊക്കെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കിസീസിലെ മെട്രോ സ്റ്റേഷൻ അടുത്തുള്ള ഒരു ഇനോക്കിൻ്റെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അതിനോട് ചേർന്നിട്ടുള്ള ഒരു മുബാഷ റെസ്റ്റോറൻ്റ് ആണ് സംഭവം. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് നെക്കൽ കഫാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ് കേട്ടോ. അത് സീ ഫുഡാണ്. അതിൽ പ്രോൺസും സ്കിഡൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി സാൻഡ്വിച്ച് ആയിരുന്നു കേട്ടോ. അതാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായത്. എൻ്റെ കൂടെയുള്ള ആൾ അശ്വതിയാണ്, അവൾക്ക് ഇഷ്ടമായത് ഹസൻ മത്തറായിരുന്നു കേട്ടോ. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിൽ ഒരുപാട് മത്തൻ്റെ ഇല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എന്തായാലും തോരനാക്കാമെന്ന് വിചാരിച്ചു. ചോദിച്ചപ്പോൾ അവർ എന്തായാലും പറിച്ചോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കുറച്ച് വഴുതനങ്ങയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഹാസിമിനെ വിളിക്കുന്ന സമയമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ തിരിച്ചെത്തി. ഞാൻ ഫ്രിഡ്ജിലേക്കൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, പുറത്ത് തന്നെയാണ് വെച്ചത്. പിറ്റേ ദിവസമാണ് കേട്ടോ, ഒരു 11 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അതൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ട് കഴുകി വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെക്കാണ് കേട്ടോ. ഒരുപാട് ഗുണങ്ങളുള്ളൊരു സംഭവമാണ് കേട്ടോ മത്തൻ്റെ ഇല. അയണിൻ്റെ കണ്ടൻറ്റ് നല്ല കൂടുതലാണ്. അതേപോലെ ഫൈബറും ഒക്കെ ഉണ്ട്. ഡൈജഷനൊക്കെ നല്ലതാണ്. ബ്ലഡിൻ്റെ വർധനവിനൊക്കെ നല്ല അടിപൊളി സംഭവമാണെന്നാണ് കേട്ടോ പറയണേ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ച് വെറൈറ്റി ആണെന്ന് എനിക്കറിയാം. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എനിക്കിങ്ങനെ ഈ ഇലവർഗ്ഗങ്ങൾ നാട്ടിൽ ഒരുപാട് കാണുമ്പോൾ എനിക്ക് അത്രയും അങ്ങനെ അങ്ങോട്ട് തോന്നാറില്ല. കാരണം എന്നും നമ്മൾ കാണുകയാണല്ലോ, നമ്മുടെ വീട്ടിലും പറമ്പിലൊക്കെ
ചീരയും മുരിങ്ങയിലൊക്കെ എപ്പോഴും കാണുന്നത് കൊണ്ട് അങ്ങനെ വലിയ വില തോന്നാറില്ല. ഇപ്പോൾ ഒന്നും കാണാതെ പെട്ടെന്ന് കിട്ടുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ കിട്ടിയത് മൊത്തം പറിച്ചുകൊണ്ട് വന്നതെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വളരെ കുറച്ച്, അവളൊറ്റയ്ക്കേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയാണ് കേട്ടോ പറിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവൾക്ക് അത്രയും മതിയെന്നാണ് കേട്ടോ പറഞ്ഞത്. ബാക്കിയുള്ളത് മൊത്തം എനിക്ക് തന്നു. പിള്ളേർ കഴിക്കുമെന്നൊന്നും അറിയില്ല, എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് കഴിപ്പിക്കണമെന്നുള്ളൊരു ടാർഗറ്റിലാണ് ഞാൻ. അങ്ങനെ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ തോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ആദ്യം ഇതിൻ്റെ തണ്ട് മാത്രം ഒന്ന് അരിഞ്ഞ് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് പിന്നെ ഇലയാണ് കേട്ടോ അരിഞ്ഞെടുത്തത്. ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നല്ല പണിയായിരുന്നു. പിന്നെ വെന്ത് വരുമ്പോൾ എന്തായാലും ഹാഫായിട്ട് വരും കേട്ടോ, ഒരുപാടൊന്നും ഉണ്ടാവില്ല. കൂടെ കുറച്ച് വഴുതനങ്ങ ഉണ്ടായിരുന്നു, അതെന്തായാലും ഇന്ന് എടുത്തിട്ടില്ല. ഇനി അത് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മെഴുക്കുവരട്ടി ആക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. പച്ച വഴുതനങ്ങയായിരുന്നു, ചെറിയ ടൈപ്പ്. പക്ഷെ അതും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതും. ഇന്ന് എനിക്ക് ലഞ്ചിന് വലിയ വേറെ പരിപാടികളൊന്നുമില്ല, കാരണം ചോറും കറിയൊക്കെ ഓൾറെഡി ഉണ്ട്. മീൻകറിയും മീൻ്റെ മുട്ട ഫ്രൈ ചെയ്യാനുണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ പണികളൊന്നുമില്ല, ഈ ഒരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തേങ്ങ ഇട്ടിട്ട് ചിക്കി എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ചെറിയ പീസായിട്ട് ഫൈനായിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പാൻ വെച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് ആദ്യം തണ്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. തണ്ടിന് ചെറിയൊരു വേവ് കൂടുതൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് ആദ്യം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തണ്ടും ഇലയൊക്കെ സെപ്പറേറ്റ് തന്നെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കൺഫ്യൂഷനായി പോവും. അങ്ങനെ തണ്ട് നന്നായിട്ട് വെന്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഇലയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ തേങ്ങ നമുക്ക് ചെറിയുള്ളിയും ചെറിയ ജീരകമൊക്കെ ഒതുക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല പച്ചമുളകും കുറച്ച് എരിവ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നല്ല പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ കടുകും ചെറിയ ജീരകവും കൂടി പൊട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തേങ്ങ എന്തായാലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യം തണ്ടൊക്കെ വഴറ്റി അതിലേക്ക് ഇലയൊക്കെ ഇട്ടിട്ട് പിന്നെ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ശരിക്കും നമ്മളൊരു ലഞ്ച് ഉണ്ടാക്കണേക്കെ പണിയാണ് കേട്ടോ. തലേ ദിവസത്തെ ഫുഡ് ഉണ്ടെങ്കിൽ അത് ചൂടാക്കിയൊക്കെ എടുക്കൽ, ഫ്രിഡ്ജിൽ നിന്ന് എല്ലാം പുറത്തേക്ക് എടുത്ത് പിന്നെ അത് ചൂടാക്കി ബാക്കി പാത്രങ്ങളൊക്കെ അത്യാവശ്യം കഴുകാനും ഉണ്ടാവും കേട്ടോ. എനിക്ക് പഴയ ഫുഡ് എടുത്ത് ചൂടാക്കി എടുക്കുക എന്നുള്ളത് അതാണ് കേട്ടോ എപ്പോഴും പണിയായിട്ട് തോന്നാറ്. പുതുതായിട്ട് ഫുഡ് ഉണ്ടാക്കാനായിട്ട് അത്രയും ബുദ്ധിമുട്ട് തോന്നാറില്ല. അങ്ങനെ ഇലയിട്ട് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ അത് ഇതേ പകുതിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം വലിയ പാത്രം തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തത്, കാരണം ഫുള്ളായിട്ട് ഒരുമിച്ച് ഇടാനായിട്ട് വലിയ പാത്രം തന്നെ വേണമല്ലോ. അപ്പോൾ ചീരയൊക്കെ പോലെ തന്നെയാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ പകുതിയായി കിട്ടും. മുരിങ്ങയിലയുടെ ചീരയുടെ ഒന്നും ടേസ്റ്റ് അല്ല കേട്ടോ, വേറൊരു ടേസ്റ്റാണ്. കുറച്ചും കൂടി ഒരു കട്ടിപ്പുണ്ട് കേട്ടോ ഇതിന്. അത്യാവശ്യം സമയം എടുക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി വേവ് കൂടുതൽ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മത്തൻ്റെ ഇലയൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എന്തായാലും വിട്ട് കളയണ്ട, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിലോപ്പിയുടെ ഫ്രൈ ഉണ്ടായിരുന്നു, മീൻകറിയും മീൻ്റെ മുട്ട ഉണ്ടായിരുന്നു, പിന്നെ ഒരു എഗ്ഗ് ഫ്രൈയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.